കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇവിഎം ഹാക്കിംഗ് നടന്നതായുള്ള ആരോപണങ്ങൾ ജില്ലാ യുഡിഎഫ് യോഗത്തിൽ ചർച്ച ചെയ്തെന്ന വാർത്തകൾ തള്ളി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. അത്തരമൊരു വിഷയം ചർച്ചയായിട്ടില്ലെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും കാസർഗോഡെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഇവിഎം ഹാക്കിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും ജില്ലാതല യോഗത്തിൽ നടന്നിട്ടില്ലെന്നാണ് യുഡിഎഫ് ജില്ലാ ചെയർമാൻ തന്നെ വ്യക്തമാക്കിയത്. ആരോ എവിടെയോ എന്തോ പറഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ കമ്മിറ്റിയിൽ ഇത് ചർച്ചയായിട്ടില്ല. മാത്രമല്ല അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ലെന്നും വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി കാസർഗോഡ് ജില്ലയിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രാവിലെ DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇല്ല എന്നാണ് എന്നോട് UDF ചെയർമാൻ ഗോവിന്ദൻ നായർ എന്നോട് പറഞ്ഞത്. അങ്ങനെ അവിടെ ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും, പക്ഷെ അതൊന്നും എൻ്റെ ശ്രദ്ധയിൽ വരാത്തൊരു കാര്യമാണ്. അതേസമയം വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായി പരാതി ലഭിച്ചാൽ വിഷയം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ചെന്നിത്തലയുടെ കൂടെയുണ്ടായിരുന്ന ഉണ്ണിത്താൻ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കത്ത് നേരിട്ട് കൈമാറുകയും ചെയ്തു. എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് പരാതി സമർപ്പിക്കുന്നതെന്നും വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും MP ആവശ്യപ്പെട്ടു. EVM തിരിമറി ആരോപണം അടിസ്ഥാനരഹിതമാണെങ്കിൽ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരം നൽകിയവർ ശിക്ഷിക്കപ്പെടണം. മറിച്ചാണെങ്കിൽ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. രാഹുൽ ഗാന്ധി ദേശീയതലത്തിൽ തന്നെ EVM ക്രമക്കേടുകൾക്കെതിരെ പോരാടുമ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് MP ഹോം മിനിസ്റ്റർക്ക് പരാതി കൈമാറുകയാണ്. വടകര കാഫിർ വിവാദം പോലെ ഇതിന്റെ സമഗ്ര വശങ്ങളും അന്വേഷിക്കണം. ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെങ്കിൽ ആരോപണം മാധ്യമങ്ങൾ കൊടുത്തവരെ പിടിക്കണം. ഇത് ശരിയാണെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ ഹാക്ക് ചെയ്യുന്നതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭണം രാഹുൽ ഗാന്ധി നയിച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. പരാതി ലഭിച്ച സാഹചര്യത്തിൽ വിഷയം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകി. BJPയുടെ EVM ഹാക്കിംഗ് തടയാൻ തങ്ങളുടെ പക്കൽ സാങ്കേതിക വിദ്യയുണ്ടെന്ന് അവകാശപ്പെട്ട് ചില UDF സ്ഥാനാർത്ഥികളിൽ നിന്ന് കാസർകോട്ടെ ഒരു കോൺഗ്രസ് നേതാവ് പണം പിരിച്ചെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇടപെടൽ. ഇത് ഗൗരവമുള്ള കുറ്റകൃത്യമാണെന്നും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയമായി കണ്ട് തള്ളിക്കളയാനാകില്ലെന്നും തെറ്റുകാരൻ ആരായാലും നടപടി വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.